ഒരുപാട് സ്പീഡിനെ പേടിയാവും, രാത്രി ഉറക്കവേ ഇല്ല. ആ വളവിനാണ്ട് അങ്ങേ സൈഡിൽ കൂടെ വരുന്ന വണ്ടി പടപടാണ് ആ ചാലിലോട്ട് ചാടുന്നത്. കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അവിടെ കുറച്ച് മനുഷ്യർ ഇത്തരത്തിൽ വളരെ ദാരുണമായ രീതിയിൽ താമസിക്കുന്നത്. ഇവരുടെ ഒന്നും ജീവന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. ഈ പുറമ്പോക്കി കിടക്കുന്നവർക്ക് വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞ് പഞ്ചായത്തുകാർ ഇവിടെ കൊണ്ടുവച്ച ടാങ്കായത് 7 വർഷത്തിനകത്ത് വെച്ച് ഇതിനകത്ത് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അവർ കൊണ്ടുവച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു കാട്ടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ തെന്മല പഞ്ചായത്തിലെ വെള്ളിമലയിലാണ്. ഇവിടെ തണ്ണിവളവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു കാഴ്ച, വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ അധികാരികൾ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇത് തണ്ണിവളവ് എന്ന് പറയുന്ന ഒരു മെയിൻ വളവാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ അപകടകരമായിട്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് കാണുന്ന, അതായത് ഈ വളവിന് ഇടതുവശത്തായിട്ട് കാണുന്ന കുറച്ച് വീടുകളാണ്. വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഈ വീടുകൾ നിൽക്കുന്നത്. ഈ വീടുകളിൽ ശരിക്കും വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇവർ തന്നെ ചെയ്തിരിക്കുന്ന ഈ കല്ലുകളാണ്. ഈ കല്ലുകൾ ശരിക്കും കണ്ടുകൊണ്ടാണ് ഇവിടെ നിർത്തേണ്ടി വന്നത്. ഇവിടെ ശരിക്കും നിരവധി കഴിഞ്ഞ ദിവസം കൂടി ഒരു അപകടമുണ്ടായ സ്ഥലം തന്നെയാണ്. ഇവിടെ പുറമ്പോക്കായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു സുരക്ഷയുമില്ല, അവരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത രീതിയിലാണ്, പേടിച്ചാണ് അവർ ഇവിടെ കഴിയുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ഈ പ്രദേശത്തെ ഈ വീട്ടിലൊക്കെ താമസിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചി, ശരിക്കും ഞങ്ങൾ ഇതിലേക്ക് പോയപ്പോൾ നന്നായിട്ട് പേടിച്ചു. കാര്യം വെച്ചാൽ ഇത്രയോ ഒരു ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത്രയും ഒരു വളവിൽ നിങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്? മക്കളെ ഇപ്പം 1 2 3 4 5 6 7 8 9 കുടുംബമുണ്ട്. 9 കുടുംബക്കാരുണ്ട്. അത് ഏറ്റവും പേടിക്കേണ്ടത് എൻ്റെ വീടാണ്. നിങ്ങൾ കണ്ടല്ലോ, അവിടെ കണ്ടോ, കൊടും വളവാത് ആണ്. ഞാനാണെങ്കിൽ ഇവിടെ എൻ്റെ 18 വയസ്സ് ഈ പുറമ്പൊക്കെ ഒന്ന് താമസമായതാണ്. എനിക്ക് ആരുടെ ഒരു ആശ്രയം ഇല്ലാതെ ഞാൻ ജീവിക്കുന്നുള്ള 2 പെൺമക്കളാണ്. ഈ പഞ്ചായത്തുകാരോ അല്ലെ വേറെ ആരോ ഇന്ന് വരെ ഞങ്ങളെ ഇവിടുന്ന് വിടാനോ ഇറക്കി വിടാനോ ഇതിനൊന്നും അവരൊരുങ്ങിയിട്ടില്ല. നിങ്ങൾ ഇത്രയും അപകടം പിടിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വർഷമായി താമസിക്കുന്നു. ഗവൺമെന്റിന് ഇതുവരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒന്നും സമർപ്പിച്ചിട്ടില്ലേ? ഞാൻ കലക്ട്രേറ്റ് വരെ പോയതാണ്. ഞാൻ കലക്ടർ മുമ്പ് വരെ പോയതാണ്. അവിടുന്ന് എനിക്ക് വാർത്തങ്ങ എൻ്റെ വീട്ടിൻ്റെ ഇറമ്പിക്ക് വലിയൊരു മരം നിൽപ്പുണ്ട്. ആ മരവാനെ കാറ്റടിച്ചാൽ എനിക്കൊരു ശകലം ഉറക്കമില്ല. എപ്പോഴാണ് അത് പുറത്ത് വീഴുന്നതെന്ന് അറിയാനൊക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഈ കലക്ട്രേറ്റിൽ ചെന്ന് ഞാൻ വിവരങ്ങൾ പറഞ്ഞപ്പം കലക്ടർ ഇവിടുന്ന് അന്വേഷിക്കാൻ ആളിനെ വിട്ട്, പിന്നെ ഗ്രാമസേവൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഉമ്മ വിഷമിക്കേണ്ട, ഉടനെ തന്നെ ഉമ്മയ്ക്ക് അടുത്ത കിടുവിന് വീടും സ്ഥലവും എല്ലാം കിട്ടും എന്ന് ഗ്രാമസേവൻ പറഞ്ഞേച്ച് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ നിന്ന് എൻ്റെ 18 വയസ്സിൽ ഞാനിവിടെ വന്നതാ. പിന്നെ മോളെ അത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂരിപക്ഷം വീടുകളും വന്നത്. ഇവിടെ 3 വീടേ ഉള്ളായിരുന്നു. പിന്നെ ഈ വീടുകൾ മൊത്തം ഇത്രയും പുറമ്പോക്കിൽ ഈ ചെറിയ സൗകര്യത്തിലാണ് താമസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആർക്കും വീടില്ലാതെ ആരും ഉണ്ടാവരുത് എന്നുള്ളൊരു പദ്ധതി, ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ നിൽക്കുമ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ ഇത്രയും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു അവസ്ഥ കിടക്കുന്നത്. പഞ്ചായത്തുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ അനങ്ങത്തില്ല. പഞ്ചായത്തിൽ നിന്നൊന്നും ഒരു ആനുകൂല്യമില്ല. അവർ മുഖം നോക്കി ഓരോരുത്തരെ ഇവിടുന്ന് പറഞ്ഞു വിടുക. അതുകൊണ്ട് എന്തുവാന്ന് വെച്ചാൽ അവർ ഇപ്പോഴാണെങ്കിൽ ഈ അപേക്ഷയെല്ലാം കൊടുത്ത് ഒക്കെ ചെയ്ത് ഈ കഴിഞ്ഞ ആഴ്ചയിലും മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു, ഉമ്മായി അത് അതിൻ്റെ ഒന്നും ശരിയായിട്ടില്ല, ഇനി ശരിയാവുമ്പോൾ അറിയിക്കാവും. വളരെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഗൗരവമായിട്ടുള്ള മറ്റൊരു കാര്യം വെച്ചാൽ അമിത സ്പീഡിൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. ഒരുപാട് സ്പീഡിനെ പേടിയാവും, രാത്രി ഉറക്കവേ ഇല്ല. ആ വളവിനാണ്ട് അങ്ങേ സൈഡിൽ കൂടെ വരുന്ന വണ്ടി പടപടാണ് ആ ചാലിലോട്ട് ചാടുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപകടം നടന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ ആ വീടിൻ്റെ വാതൊക്കെ അതാണ് ആ വീടിൻ്റെ മണ്ടയ്ക്ക് കയറേണ്ടതായിരുന്നു കാറ്. ആ കാണുന്ന വീടിൻ്റെ മുകളിലേക്ക് ഒരു വാഹനം കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റിൽ പെടേണ്ടതായിരുന്നു. ആ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തന്നെ ഞങ്ങളവിടെ കണ്ടതാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഇത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് വന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കല്ലുകളാണ് ഈ ഒരു അപകടം നടക്കാതിരിക്കാൻ കുറച്ച് കല്ലുകൾ മാത്രമാണ് ഇവർക്ക് ആശ്രയമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കല്ലുകൾ മാത്രം മതിയോ? ശരിക്കും ഈ കല്ലുകൾ മാത്രമാണോ ഇവിടെ വെക്കേണ്ടത്? മാത്രമല്ല, ഇതൊരു പുറമ്പോക്ക് ഏരിയ കൂടിയാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ അമിതമായ രീതിയിൽ വാഹനങ്ങൾ സ്പീഡിൽ വരുമ്പോഴും അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയേക്കാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഇത്തരം അപകടകരമായ രീതിയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കുറച്ച് മനുഷ്യർ
കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അവിടെ കുറച്ച് മനുഷ്യർ ഇത്തരത്തിൽ വളരെ ദാരുണമായ രീതിയിൽ താമസിക്കുന്നത്. ഇവരുടെ ഒന്നും ജീവന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. സത്യം മോളെ അത് പറയുന്നത്. സത്യം അവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവരാരും അനങ്ങത്തില്ല. അവർ പറയുന്നത് കിട്ടും മാറാം ഇങ്ങനെ ഒരു ഈ മേലെ സൈഡിലുള്ളവരെല്ലാം അവർ മാറ്റി. ഈ ഒരു ഭാഗം ശരിക്കും നിങ്ങൾ എത്ര സെൻറ്റിനകത്താണ് ഈ താമസിക്കുന്നത്? സെൻറ്റ് ഈ വീട് ഇതാണ്, ഇത് വെറും 2.5-3 സെൻറ്റ് അതിനകത്തേ ഉള്ളൂ. അവിടുന്ന് താഴോട്ട് വീണ്ടും കുഴിയാണ് അപ്പുറത്തെ സൈഡിലേക്ക്. അവിടെ നിന്ന് താഴേക്ക്, അതായത് ഈ കാണുന്ന പുറമ്പോക്ക് സൈഡ് എന്ന് വെച്ചാൽ വെറും 2.5-3 സെൻറ്റിനകത്ത് മാത്രമാണ് ഇവർ താമസിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് വീണ്ടും റബ്ബറിൻ്റെ തട്ടുതട്ടായിട്ടുള്ള ഭൂമികളും ഒക്കെയാണ് കാണുന്നത്. വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യരുടെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. ഇവരുടെ ജീവനോ അല്ലെങ്കിൽ ഇവരുടെ സ്വത്തിനോ യാതൊരു വിലയുമില്ലാത്ത രീതിയിലാണ് ഇവർ ഇത്തരത്തിൽ ജീവിക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളോ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ വലിയ രീതിയിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇവരുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ വിലയിടേണ്ടതാണ്. ഇതൊരു വലിയ ഗൗരവകരമായ വിഷയം തന്നെയാണ്. ഞങ്ങൾ അധികാരികളിലേക്കാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ കാണുന്ന വാട്ടർ ടാങ്കുകൾ, ഈ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു 150 ടാങ്കുകൾ ഈ വളവിനും അതോടൊപ്പം അപകടകരമായ രീതിയിലൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ടാങ്കുകൾ ഇവിടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. അതിൻ്റെ മെയിൻ കാരണം നമുക്കറിയാം, കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ടാങ്കുകൾ വെക്കുന്നതെങ്കിൽ കഴിഞ്ഞ 7 വർഷമായി ഇത്തരം ടാങ്കുകൾ, ഒരു ടാങ്കിന് 75,000 രൂപ ചിലവിലാണ് ഈ ടാങ്കുകൾ, ഏകദേശം 150ഓളം ടാങ്കുകൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗവുമായി ചേർന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ നാളിതുവരെ 7 വർഷമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാനും സാധിച്ചിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ ടാങ്ക് ഇവിടെ വെച്ചിട്ട് 7 വർഷമായി. ഇവിടെ കിടക്കുന്ന ഈ പുറമ്പോക്കി കിടക്കുന്നവർക്ക് വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞ് പഞ്ചായത്തുകാർ ഇവിടെ കൊണ്ടുവച്ച ടാങ്കായത്. 7 വർഷത്തിനകത്ത് വെച്ച് ഇതിനകത്ത് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അവർ കൊണ്ടുവച്ചിട്ടില്ല. ടാങ്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ തണ്ണിവിളയിൽ പോയി ചുമട്ട് വെള്ളം കൊണ്ടുവന്നാണ് കുടിക്കുന്നത്. ചിലപ്പം നടക്കാൻ വയ്യാത്തവർ കലവും കുടവും പറക്കി അവിടെ കൊണ്ടുവച്ച് വെള്ളം കോരി ഓട്ടോയ്ക്ക് അടിച്ചാൽ വീട്ടുകളിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട ഈ 3 സെൻറ്റ് വസ്തു കൊടുത്ത് ഇവിടെ ഒരു കുഴൽക്കിണർ ഇപ്പോഴത്തെ മെമ്പർ കയറിയതിന് ശേഷം കുഴൽക്കിണർ അടിച്ച് അതിൻ്റെ ടാങ്ക് മേളിൽ കൊണ്ടുവച്ച് ഒന്നിരാടല്ല 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾക്ക് കുറേശ്ശെ വെള്ളം കിട്ടുന്നത്. അല്ലാതെ ഈ ടാങ്ക് കൊണ്ട് ഒരു പ്രയോജനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഈ ടാങ്ക് ഇവിടെ കൊണ്ടുവച്ച് ഒരു തുള്ളി വെള്ളം ഈ ടാങ്കിൽ കൊണ്ടുവച്ചിട്ടില്ല, കിട്ടിയിട്ടുമില്ല. ശരിക്കും അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ പുനലൂർ ചെങ്കോട്ട ആ ഒരു പാതയാണ്. ഇവിടേക്ക് അമിത ഭാരവുമായി ലോഡുമായി എത്തുന്ന ലോറികളാണ് അധികവും ഇതുവഴി പാഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും അപകടം പതിയിരിക്കുന്ന വഴികൾ തന്നെയാണ് ഈ വഴികളിൽ. അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശവാസികളൊക്കെ തന്നെ കൂട്ടായ്മയോടുകൂടി തന്നെ നിങ്ങളുടെ അധികാരികളിലേക്ക് ഈ വിഷയം എത്തിക്കുക, അതോടൊപ്പം ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.